ഞാൻ പിന്നെയും കരഞ്ഞു. എന്തിനാന്നുള്ളത് ഞാൻ വഴിയേ പറയാം. ഞാൻ തിരിച്ച് മൈസൂർക്ക് തന്നെ എത്തിയിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ശബാന നാട്ടിൽ പോയായിരുന്നു. സോ 5:30 ഞങ്ങളെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് പെട്ടിങ് ഇടയ്ക്കൊക്കെ എടുത്ത് പോകുന്ന പോക്കാണ് നിങ്ങളീ കാണുന്നത്. ശബാനയ്ക്ക് എപ്പോഴും പരാതിയാണ് അവൾ പോകുമ്പോൾ മാത്രം ആരും കരയുന്നില്ല എന്ന്. പക്ഷെ അവൾ ഈ സമയത്താണ് പോവുക, എല്ലാവരും പകുതി ഉറക്കത്തിലായിരിക്കും. എങ്ങനെയാ കരച്ചിൽ വരിക? എങ്ങനെയും ബസ് കയറ്റി വിട്ട് ഒന്ന് ഉറങ്ങിയാൽ മതി എന്നായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ. പാവം ഏതോ ഒരു റീല് കണ്ട് വട്ടായത് എൻ്റെ വർഷയ്ക്ക്. ഇവർക്ക് എക്സാം ഉണ്ടായിരുന്നു അന്ന്. അപ്പം ഞാൻ റൂമിൽ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു. കുറച്ചെന്ന് പറയാൻ പറ്റില്ല, ഒരു ഡാൻസ് റീൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് ട്രെയിനാണ്. ഞാൻ പിന്നെ ട്രെയിൻ ബുക്ക് ചെയ്തു, ബസ് പിന്നെ ബുക്ക് ചെയ്യാൻ നിന്നില്ല. തലേ ദിവസം ഒരു പ്രാവശ്യം ബായൊക്കെ പറഞ്ഞ് പോയതാണെങ്കിലും നെക്സ്റ്റ് ഡേ പോകുമ്പോഴും ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ച് നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നല്ലോ, മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു. നമ്മൾ പോവുകയാണ്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടാണ് പോയേ. അതുകൊണ്ട് പിന്നെ അത്ര തന്നെ വിഷമം വരില്ല. ഞാൻ എനിക്ക് അറിയൊന്നുമില്ല, ഞാൻ ചിരിച്ചുകൊണ്ടാണ് പോകുന്നുണ്ടായിരുന്നത്. കുഴപ്പമൊന്നും വരില്ല എന്നൊക്കെ തന്നെ വിചാരിച്ച്. അവിടെ എന്നെ ട്രെയിൻ കയറ്റാൻ വേണ്ടി അവർ വന്നു. ലാസ്റ്റ് ട്രെയിൻ എടുത്തപ്പോഴാണ് ഭയങ്കര ഒരു ഹെവി ഫീലിംഗ്. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ വേറെ വഴിയില്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായി പോയില്ലേ.